Good morning. Hi, good morning to all. PDF കാണാമോ? Yes. Okay, good morning, good morning. എന്തൊക്കെയുണ്ട്, സുഖാണോ എല്ലാവർക്കും? സുഖം. യെസ്, നമ്മൾ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വർക്ക് ഫ്ലോ ഫംഗ്ഷൻസ് ആണ് എടുത്തോണ്ടിരുന്നത്. സ്റ്റാർട്ട് ചെയ്ത് അല്ലെ, ഇൻട്രൊഡക്ഷൻ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സില്. നേരത്തെ ഇത്രയും കുട്ടികൾ ഉണ്ടായുള്ളോ? സ്ട്രെങ്ത് 31 ഉണ്ടായുള്ളോ കഴിഞ്ഞ ക്ലാസ്സില്? ഓക്കെ, യെസ്. നമ്മൾ ഫ്രണ്ട് ഓഫീസ് എന്താണെന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലെ. എന്തിനാണ് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഫ്രണ്ട് ഓഫീസിന്റെ ആവശ്യകത എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഫേസ് ആൻഡ് വോയിസ് എന്ന് പറയുന്നത് ഫ്രണ്ട് ഓഫീസ് ആണെന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് നോക്കാം, വാട്ട് ഡസ് ദ ടേം കസ്റ്റമർ മീൻ? വാട്ട് ഡസ് ദ ടേം കസ്റ്റമർ മീൻ? അപ്പൊ ആരാണ് ഒരു കസ്റ്റമർ എന്ന് പറയുന്നത്? എങ്ങനെ നമുക്ക് കസ്റ്റമറെ ഡിഫൈൻ ചെയ്യാം? A customer is referred to as individual or households that purchase goods and services generate within the economy. ഇവിടെ നമ്മുടെ ഹോസ്പിറ്റൽ ഓർഗനൈസേഷനിലെ പേഷ്യൻസ് ആണ് കസ്റ്റമർ എന്ന് പറയുന്നത്. വാട്ട് ഈസ് കസ്റ്റമർ? എന്താണ് കസ്റ്റമർ എന്ന വാക്കിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഹൈ, ഗുഡ് മോർണിംഗ് സിസ്റ്റർ. കസ്റ്റമർ ഉപഭോക്താവ് അല്ലെ, നമ്മൾ ഉപഭോക്താവ് എന്നാണ് പറയുന്നത് കസ്റ്റമർ എന്ന് പറയുന്നത്. ആരാണ് ഒരു കസ്റ്റമർ? എന്താ പറയുന്നത്? Customer is referred to as individuals or household that purchase goods and services generated within the economy. ഒരു സമ്പദ് വ്യവസ്ഥയില് അല്ലെ, സമ്പദ് ഉത്പാദിക്കുന്ന ചരക്കുകളും സേവനങ്ങളും ഒക്കെ വാങ്ങിക്കുന്ന അല്ലെ, ആ സർവീസസ് വാങ്ങിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ കുടുംബങ്ങളെയാണ് നമ്മള് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ കസ്റ്റമർ എന്ന് അഥവാ ഉപഭോക്താവ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. കസ്റ്റമർ എന്ന് പറയുന്ന ആരാണ്? ഒരു ഇക്കോണമി അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയില് സാധനങ്ങളും സേവനങ്ങളൊക്കെ വാങ്ങുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കസ്റ്റമേഴ്സ് അഥവാ ഉപഭോക്താവ് എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിലെ സേവനങ്ങൾ സർവീസസിലേക്ക് ചെല്ലുകയും ആ സർവീസസ് നേടുകയും ചെയ്യുന്ന വ്യക്തിയാണ് ആരാ? പേഷ്യൻസ് എന്ന രീതിയിൽ നമ്മൾ പറയുന്നത് അല്ലെ. ഓക്കെ, ഹോസ്പിറ്റലിൽ വരുന്ന വ്യക്തികൾക്ക് നല്ല രീതിയിലുള്ള സർവീസസ് കൊടുക്കുമ്പോഴാണ് അവിടുത്തെ പേഷ്യൻസ് അഥവാ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആവുന്നത്. ഓക്കെ, യെസ്. കസ്റ്റമർ എന്താണെന്നുള്ള ഒരു ടേം ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. മീനിങ് എന്താണെന്നുള്ളത് മനസ്സിലായോ? എന്താണ് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ? ഓക്കെ, യെസ്. നമ്മള് പഠിക്കുമ്പോൾ ചിലപ്പോൾ എക്കണോമിക്സ് ഒക്കെ പോലെയൊക്കെ തോന്നും, പക്ഷെ നമ്മൾ ഫുൾ ഉൾക്കൊള്ളുന്നത് ഹോസ്പിറ്റലിലെ കാര്യങ്ങളാണ് കേട്ടോ. അത് ഡിപ്പെൻഡ് ചെയ്ത് വേറൊരു രീതിയിൽ വേറൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ അവതരിപ്പിക്കുന്നുള്ളൂ ചാപ്റ്ററിൽ. ഓക്കെ, the word is historically derived from custom. കസ്റ്റമർ എന്ന വേർഡ് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? കസ്റ്റം എന്ന ഒരു ഹിസ്റ്റോറിക്കൽ വേർഡിൽ നിന്നാണ്. കസ്റ്റം മീൻസ് ഹാബിറ്റ്, ശീലം അല്ലെ.
Custom എന്ന് പറഞ്ഞാൽ എന്താണ്? Habit. A customer is someone who frequently consists a particular shop and make it habit to purchase goods from there, and with whom the shopkeeper and to maintain a relationship to keep his or her custom, which means expected purchases in the future. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്? കസ്റ്റം എന്ന് പറഞ്ഞ ഒരു ഹിസ്റ്റോറിക്കൽ വേർഡ് ആണ്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഹാബിറ്റ്, ശീലം. അപ്പൊ കസ്റ്റമറും ഹാബിറ്റ്, ആ ശീലം വെച്ച് നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ is a someone who frequently consists a particular shop. അതായത് നമ്മളിപ്പോ ഒരു ഷോപ്പിൽ പോവാണ്, നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ നമ്മൾ പോവാണ്, അല്ലെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോവാണ്, ഷോപ്പ് എന്ന് വിചാരിക്കട്ടെ. ഷോപ്പിൽ പോയിട്ട് നമ്മൾ അവിടുത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുന്നു, അല്ലെ? നമ്മൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ സാധനങ്ങൾ തീർന്നു കഴിയുമ്പോൾ നമ്മൾ എന്താണ് പിന്നീട് അവിടേക്ക് ചെല്ലുന്നത്. പിന്നീട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് ഫോളോ ചെയ്യും. ആ ഷോപ്പിൽ തന്നെ കയറാനായിട്ട് നമ്മൾ ഫോളോ ചെയ്യും. എന്തുകൊണ്ടാണ്? അവിടുത്തെ ഗുഡ്സ് ആൻഡ് സർവീസസ് നല്ല രീതിയിലാണ്. മാത്രമല്ല നല്ല സർവീസസ് കിട്ടുന്നത് മാത്രമല്ല, എന്താണ് അത് ഷോപ്പ് കീപ്പർ, അല്ലെ? ആ ഷോപ്പ് കീപ്പറുമായിട്ട് നമുക്കൊരു റിലേഷൻഷിപ്പ് വരെയാണ്. ആ കച്ചവട മുതലാളിയും അല്ലെങ്കിൽ നമ്മുടെ ആ കസ്റ്റമർ അല്ലെങ്കിൽ ഉപഭോക്താവും തമ്മിൽ എന്താണ് ഒരു റിലേഷൻഷിപ്പ് വരുന്നു. കാരണം സ്ഥിരം അയാളുടെ കടയിൽ നിന്നാണ് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ റിലേഷൻഷിപ്പ് നമ്മൾ അവിടെ ഒരു സർവീസസ് അവിടെ നടക്കുന്നുണ്ട്, അല്ലെ? അവരും ആ വ്യക്തിയും ആ ഒരു കസ്റ്റമറും അല്ലെങ്കിൽ ഷോപ്പ് കീപ്പറും തമ്മിലൊരു സർവീസസ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മള് പിന്നെയും ആ ഒരു ഷോപ്പിലേക്ക് വരാനുള്ള കാരണം എന്താണ്? നമ്മൾ റെഗുലർലി അവിടെ പോയി സാധനങ്ങൾ വാങ്ങാനുള്ള കാരണം എന്താണ്? നമ്മൾക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, ഫ്യൂച്ചറിലും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, നമുക്ക് അവിടെ നിന്ന് നല്ല സാധനങ്ങൾ ലഭിക്കും എന്നുള്ള എക്സ്പെക്ടേഷൻ കൊണ്ട് നമ്മൾ പിന്നീട് അവിടെ പോകുന്നു. മാത്രമല്ല ആ ഷോപ്പ് കീപ്പർ നമ്മൾ നല്ലൊരു റിലേഷൻഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെ? അപ്പൊ പല ഉപകാരങ്ങൾ അതിലുണ്ട്, അല്ലെ? സ്ഥിരം കയറുന്ന കടയിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടാവും, എന്തെങ്കിലും ലാഭത്തിലായിരിക്കും നമ്മൾ ഈ സാധനങ്ങളുടെ വില കുറച്ചൊക്കെ കിട്ടും, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തി സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ആ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. സെയിം നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയേ, ഒരു കസ്റ്റമറിനെ ഹോസ്പിറ്റലിലേക്ക് കണക്ട് ചെയ്ത് നോക്കിയേ. നല്ലൊരു ഹോസ്പിറ്റല് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ആദ്യത്തെ ദിവസം പോയി സർവീസിൽ ഒരു അസുഖമില്ലാതെ പോകുന്നു, അവിടെ പോയി ട്രീറ്റ്മെന്റ് എടുക്കുന്നു. ഓക്കെ, നമുക്ക് കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്, 7 days കഴിയുമ്പോൾ നമ്മൾ ഓക്കെ ആയിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഡോക്ടർ പറയും ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ചെല്ലാൻ പറയും. ആ സമയത്ത് നമ്മൾ പോകുന്നു, അല്ലെ? ആദ്യത്തെ വിസിറ്റിലും രണ്ടാമത്തെ വിസിറ്റിലും നമ്മൾ ഓക്കെയാണ്. അവർ തരുന്ന ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് മുതല് ബാക്കിയുള്ള എല്ലാ ട്രീറ്റ്മെന്റ്സും തരുന്ന കാര്യങ്ങളിൽ എന്താണ് നമ്മൾ ഓക്കെ ആണെങ്കിൽ എന്താണ് നമുക്ക് ആ ഹോസ്പിറ്റൽ ഇഷ്ടപ്പെടും, അല്ലെ? അപ്പൊ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്, അവരുടെ സർവീസിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നീട് നമ്മൾ എന്താണ് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അസുഖം മാറും എന്നുള്ളൊരു ചിന്ത ആർക്ക് വരും? പേഷ്യൻസിന് വരും, അല്ലെ? അവിടെ പോയി ആ ഡോക്ടർ ഒന്ന് കണ്ടാൽ മതി. നമ്മൾ പറയാറില്ലേ, എനിക്ക് ആ ഡോക്ടർ തന്നെ കണ്ടാൽ മതി, ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടാൽ തന്നെ ഡോക്ടറും സംസാരിച്ച് തന്നെ അസുഖം മാറും. അങ്ങനെ ഒരു ഫീല് നമുക്ക് ഡെവലപ്പ് ചെയ്യണം, അല്ലെ? അപ്പൊ എന്താണ് നമ്മൾ ആ സെയിം ഹോസ്പിറ്റലിൽ തന്നെ സ്ഥിരമായിട്ട് ഒരു റെഗുലർ കസ്റ്റമർ ആയിട്ട് നമ്മൾ മാറുകയാണ്. ഓക്കെ, അത് തന്നെ ഇവിടെയും പറയുന്നുള്ളൂ, അല്ലെ? അപ്പൊ കസ്റ്റമർ, അപ്പൊ അത് ശീലം. അപ്പൊ മനസ്സിലായി, അപ്പൊ കസ്റ്റമർ ഹാബിറ്റ് എന്ന് വെച്ചാൽ നമുക്കത് ശീലമാവുകയാണ്, അല്ലെ? നമ്മൾ റെഗുലർലി അവിടെ അറ്റൻഡ് ചെയ്യാന്നുള്ള ഒരു ഹാബിറ്റ് നമ്മളിൽ ഉണ്ടായി വരുന്നത്, അതാണ് കസ്റ്റമർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ പെൺകുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മള് ഇപ്പൊ ഗേൾസ് ഒക്കെ നിങ്ങൾ എല്ലാവരും ബ്യൂട്ടി പാർലറിലൊക്കെ പോകുന്നവരായിരിക്കില്ലേ? കുറച്ച് പേരെങ്കിലും, എല്ലാവരും വേണ്ട, നിങ്ങൾക്ക് നല്ല സൗന്ദര്യമുണ്ട് ടീച്ചറെ, പോകേണ്ട ആവശ്യമില്ല, അല്ലെ? ആണോ? ഓക്കെ, പോകുന്നവരാണെങ്കിലും നമ്മളും നല്ല സർവീസസ് നല്ലവണ്ണം നമ്മളെ നോക്കുന്നല്ലേ, നമ്മളുടെ ഒരു ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് മാത്രമേ നമ്മൾ റെഗുലർ ആയിട്ട് പോകുള്ളൂ, അല്ലെ? പോവാറുണ്ട് എല്ലാവരൊക്കെ, അറ്റ്ലീസ്റ്റ് തിരികം പറ്റിയാണെങ്കിലും പോകാറുണ്ടാവില്ല, അല്ലെ? ട്രെൻഡ് ചെയ്യാനൊക്കെ പോകുന്നവരുണ്ടാവും. യെസ്, അപ്പൊ അത് നമ്മളുടെ ഇഷ്ടമാണ്. നമ്മള് കസ്റ്റമർ തീരുമാനിക്കുകയാണ്. നല്ല സർവീസ് കിട്ടുന്നിടത്ത് നമ്മള് അത് സ്ഥിരമായിട്ട് പോകുക, റെഗുലർലി നമ്മൾ ആ ഒരു പ്ലേസിൽ അറ്റൻഡ് ചെയ്യാണ്. യെസ്, അതാണ് കസ്റ്റമർ എന്ന് പറയുന്നത്. ഓക്കെ, പോകുന്ന സ്ഥലത്ത് ഫ്രീക്വന്റ്ലി ആയിട്ട് നമ്മൾ പോവുകയും നല്ല രീതിയിലുള്ള സർവീസസ് നമുക്ക് ലഭിക്കുന്നു. നമ്മൾ ഫ്യൂച്ചറിൽ എക്സ്പെക്ട് ചെയ്യും ഇനി വരുന്നത് നല്ല രീതിയിലുള്ള സർവീസസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടാണ് പിന്നെയും അവിടെ പോകുന്നത്. ഓക്കെ, യെസ്, അതാണ് ഇപ്പൊ പറഞ്ഞ പാരഗ്രാഫിൽ. അപ്പോ ഈ ഹിസ്റ്റോറിക്കൽ വേർഡ് ഏതാണെന്നുള്ളത് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. Historically derived from custom meaning habit. Okay.
മനസ്സിലായല്ലോ കാര്യങ്ങള്. നെക്സ്റ്റ് പോയിന്റ്, customer needs may be defined as the goods or services a customer needs to achieve specific goals. Different needs are of very importance to the customer. Customer needs may be defined as the goods or services a customer needs to achieve specific goals. Different needs are very important to the customer. ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കസ്റ്റമർക്കും ഒരേപോലെയാണോ ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നതോ? എല്ലാവരിലും ഒരു വ്യത്യസ്തത ഉണ്ടാവും അല്ലെ? എല്ലാ കാര്യങ്ങളും നമ്മൾ തരുന്ന സർവീസ് എപ്പോഴും ഒരേപോലെ തന്നെയാണെങ്കിൽ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് അല്ലെങ്കിൽ വൈവിധ്യമാകുന്ന രീതിയിൽ എന്തെങ്കിലും സർവീസസ് നമുക്ക് ലഭിക്കുമ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലെ? അപ്ഡേറ്റഡ് ആയിട്ട് ഒരു സർവീസസ് നടക്കുമ്പോൾ നമുക്ക് ഒരു വ്യത്യസ്ത, എന്നും ചെയ്യുന്ന കാര്യങ്ങൾ ഒരേപോലെ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ പുതുമ തോന്നും. പക്ഷെ കുറച്ച് വ്യത്യസ്തമായി ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിരിക്കും, നമുക്ക് കുറച്ച് താല്പര്യം തോന്നും അല്ലെ? അപ്പൊ ഇവിടെ കസ്റ്റമർ എന്ന രീതിയിൽ സൂചിപ്പിക്കുന്നത് എന്താണ്? കസ്റ്റമേഴ്സിന്റെ ആവശ്യകതകൾ വ്യത്യസ്തമാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലെ? ഓരോ കസ്റ്റമർ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അവരുടെ ആവശ്യകതകളും അവര് എന്താണ് ആവശ്യപ്പെടുന്നത് വ്യത്യസ്ത രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, യെസ്. ഇപ്പൊ നമ്മൾക്കൊക്കെ ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ചില ഗേൾസിന് ചില ടൈപ്സ് ഓഫ് കുർത്തീസിനോടായിരിക്കും താല്പര്യം. പക്ഷെ അങ്ങനെ ഇഷ്ടപ്പെടാത്തവരുണ്ട്. ഇപ്പൊ അംബ്രല കട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം. അങ്ങനെ കണക്റ്റഡ് ആയിരിക്കും. നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ചിന്താഗതികളാണ് അല്ലെ? വ്യത്യസ്ത ആവശ്യകതകളാണ് നമുക്കുള്ളത്. ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്നവരാണ് എല്ലാ കസ്റ്റമേഴ്സും. അപ്പൊ എന്താണ്, കസ്റ്റമേഴ്സിന്റെ ആവശ്യകതകൾ വ്യത്യസ്തമാണ്. സാധനങ്ങളിൽ വ്യത്യസ്തത ആഗ്രഹിക്കുന്നവരാണ് ആര്? കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ പോയിന്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? കസ്റ്റമേഴ്സിന്റെ ആവശ്യകതകൾ വ്യത്യസ്തമാണ്, സാധനങ്ങളിൽ വ്യത്യസ്തത ആഗ്രഹിക്കുന്നവരാണ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ പോയിന്റ്? നമുക്ക് ഹോസ്പിറ്റലിൽ കണക്ട് ചെയ്ത് എങ്ങനെ പറയാൻ സാധിക്കും? ഒരു ഹോസ്പിറ്റലിൽ കണക്ട് ചെയ്ത് നമുക്ക് ഇതെങ്ങനെ പറയാം? എന്നും കൊടുക്കുന്ന ഒരേപോലത്തെ സർവീസസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, പേഷ്യൻസിന് അവര് ട്രീറ്റ്മെന്റ് പ്ലാനിൽ അല്ലെ ഡയഗ്നോസിസ് പ്ലാനിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യസ്തതകൾ കൊണ്ടുവരാൻ സാധിക്കണം അല്ലെ? ഒരേപോലത്തെ തന്നെ ട്രീറ്റ്മെന്റ് അല്ലാതെ വ്യത്യസ്തമായ അനുഭവങ്ങൾ പേഷ്യൻസിന് കൊടുക്കാൻ സാധിക്കും. ഈ പേഷ്യന്റ് കെയറിൽ എന്താണ് അവരുടെ വ്യത്യസ്തത കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ എന്താണ് പേഷ്യൻസിന് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഒരേപോലെ പോകുന്ന ആൾക്കാരാണ്. എല്ലാവരിലും എന്തുണ്ട്, എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള ചിന്താഗതികളുള്ളവരാണ്. അപ്പൊ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സേവനങ്ങളിൽ എന്തുണ്ടായിരിക്കണം, വ്യത്യസ്തത എന്തായിരിക്കണം, വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരിക്കണം അല്ലെ? ഓക്കെ, യെസ്. മോഡേൺ ടെക്നിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന കെയർസിന് വ്യത്യാസം വരുത്തിക്കൊണ്ട് ദെൻ അവർക്ക് വേണ്ടിയിട്ട് പേഷ്യൻസിന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ പല രീതിയിലുള്ള പ്രോഗ്രാംസുകൾ കണ്ടിട്ടാണ്, അവയർനെസ് പ്രോഗ്രാംസുകൾ അങ്ങനെയൊക്കെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ പേഷ്യൻസിന് ആ ഒരു ഹോസ്പിറ്റലിനോട് വളരെയധികം താല്പര്യം തോന്നും, ഇഷ്ടമുണ്ടാവും. പിന്നീട് അവർ റെഗുലർ ആയിട്ട് അവിടെ വരികയും ചെയ്യും. ഓക്കെ, അതാണ് അവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കസ്റ്റമേഴ്സിന്റെ ആവശ്യകതകൾ വ്യത്യസ്തമാണ്. എല്ലാ കസ്റ്റമേഴ്സും വ്യത്യസ്തത ആഗ്രഹിക്കുന്നവരാണ്. Then customers' expectations are influenced by the cultural values, advertising, marketing, and other communication, both with the supplier and with other sources. Customer expectations are influenced by cultural values. Customers' expectations എന്ന് പറയുന്നത് എന്താണ്? എല്ലാ കസ്റ്റമേഴ്സിന് എക്സ്പെക്ടേഷൻസ് ഉണ്ട് അല്ലെ? നമ്മൾക്ക് നല്ലത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് എല്ലാ കാര്യത്തിലുള്ളത്. അപ്പൊ എക്സ്പെക്ടേഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, സ്വാധീനിക്കുന്നത്. ഒരു ഉപഭോക്താവിന്റെ പ്രതീക്ഷകളെ സ്വാധീനിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് കൾച്ചറൽ വാല്യൂസ്, അഡ്വർടൈസിംഗ്, മാർക്കറ്റിംഗ് ആൻഡ് അതർ കമ്മ്യൂണിക്കേഷൻസ്. അപ്പൊ കൾച്ചറൽ വാല്യൂസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരുന്നു? കൾച്ചറൽ വാല്യൂസ് ട്രഡീഷണൽ ആയിട്ടുള്ള ട്രസ്റ്റഡ് ഹോസ്പിറ്റലുകൾ ഉണ്ടാവും അല്ലെ? അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് സേവനങ്ങൾ കൊടുക്കുന്ന ഹോസ്പിറ്റലുകൾ ഉണ്ടാവും. ഓക്കെ, മനസ്സിലായോ? കൾച്ചറൽ വാല്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ നല്ല പുരാതനമായിട്ടുള്ള ഹോസ്പിറ്റൽ അല്ലെ, നല്ല പേരെടുത്ത ഹോസ്പിറ്റൽ അല്ലെ, നല്ല ചികിത്സ, നല്ല ഡോക്ടേഴ്സ്, നല്ല സേവനങ്ങൾ കൊടുത്തിരിക്കുന്ന നല്ല ഡോക്ടേഴ്സ് ഉള്ള ഹോസ്പിറ്റൽ ഉണ്ട്. അതിനൊക്കെ എന്തായാലും നല്ല പേരായിരിക്കുള്ളൂ. അപ്പൊ നമുക്ക് ഒരു അട്രാക്ഷൻ തോന്നുകയാണ് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് അല്ലെ? നല്ല ചികിത്സയാണ്, നല്ല സേവനങ്ങളാണ് അവിടെ കൊടുക്കുന്നത്. ആ ഡോക്ടർ ചികിത്സിച്ചാൽ മതി, ആ ഡോക്ടർ ഒന്ന് കണ്ടാൽ മതി, നമുക്ക് അസുഖം ഭേദമാകും.
ആ ഒരു കോൺസെപ്റ്റിൽ എന്താണ് കൾച്ചറൽ അത്തരം വാല്യൂസ് നമ്മൾ, അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള പരമ്പരാഗതമായിട്ട് നടക്കുന്ന ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വർഷത്തെ സേവനങ്ങളായിരിക്കും. ചിലപ്പോൾ 10-50 വർഷത്തെ സേവനങ്ങൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ 100 വർഷത്തെ സേവനങ്ങൾ കൊടുക്കുന്ന ഹോസ്പിറ്റൽസിൽ ഉണ്ടാകും അല്ലെ. അപ്പൊ ആ പേര് കൊണ്ടിട്ട് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ മൂല്യം കൊണ്ടിട്ട് നമ്മൾ അത് അട്രാക്ട് ചെയ്യും അവിടെ പോകാനായിട്ട്. ഇനി അതേപോലെ തന്നെ എന്താണ് അഡ്വർടൈസിങ് എന്താണ്? ചില ഹോസ്പിറ്റൽ അഡ്വർടൈസിങ് കണ്ടിട്ട് നമ്മൾ അവിടെ പോവാറുണ്ട്. ഡെന്റൽസ് അല്ലെങ്കിൽ ഡെർമറ്റോളജി അങ്ങനെയൊക്കെ പറഞ്ഞ് പല ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേക പരസ്യങ്ങൾ അല്ലെ. അത് നമ്മൾ അട്രാക്ട് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യാം അവിടെ ഒന്ന് പോകാനായിട്ട്. കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അഡ്വർടൈസ്മെന്റ് നമ്മൾ ശ്രദ്ധിക്കും അല്ലെ. എന്തായിരിക്കും അവിടെ പോയി നോക്കാനുള്ള ടെൻഡൻസി നമുക്ക് അഡ്വർടൈസിംഗിൽ നിന്ന് തന്നെ തോന്നും. അതാണ് പരസ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതൊന്ന് വാങ്ങിച്ച് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ അവിടെ പോകാനോ ഉള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യും. യെസ്. ഇനി മാർക്കറ്റിംഗ് എന്താണ്? മാർക്കറ്റിംഗ് ഹോസ്പിറ്റൽ സർവീസിംഗ് എന്ന് പറയുന്ന ഒരു ബിസിനസ് തന്നെയാണ് അല്ലെ. ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ബിസിനസ് ആണ്. അപ്പൊ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തില്, ആ ഒരു ഹോസ്പിറ്റലിനെ പ്രൊമോഷൻ കിട്ടുന്ന തരത്തിൽ എന്താണ് മാർക്കറ്റിംഗ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത് നമ്മളെ ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ, ബിസിനസ് മേഖലയിൽ നോക്കി ഏറ്റവും ടോപ്പ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഏതാണ്, ഏറ്റവും സേവനങ്ങൾ കൊടുക്കുന്ന ഹോസ്പിറ്റൽ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ആ ഒരു അട്രാക്ഷൻ മൂലം എന്താണ് അത് പേഷ്യൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മൾ അവിടെ പോവാനായിട്ട് അല്ലെ. ഓഫേഴ്സ് ഉണ്ടോ, ഓഫറുള്ള ഹോസ്പിറ്റൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല ക്ലെയിം ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റൽ ഉണ്ടാവും. ഓക്കെ, എല്ലാം കൊണ്ടും ടോപ്പ് ആയിട്ടുള്ള അല്ലെ എല്ലാ ടെക്നിക്സുകളുള്ള ഹോസ്പിറ്റലുകൾ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അത് നമ്മളെ ഇൻഫ്ലുവൻസ്. അപ്പൊ മാർക്കറ്റിലെ ഏറ്റവും നല്ല ബിസിനസ് ഹോസ്പിറ്റൽ ഏതാണ്, അല്ലെങ്കിൽ നല്ല സേവനങ്ങളുള്ള ഹോസ്പിറ്റൽ ഏതൊക്കെയാണ് നമ്മൾ കസ്റ്റമേഴ്സ് അന്വേഷിച്ചറിയുന്നത് വഴി നമ്മൾ എന്താണ് ഒബ്വിയസ്ലി നമ്മൾ അങ്ങോട്ട് തന്നെ പോകും അല്ലെ. അതർ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, നമ്മുടെ വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയാസ് ഒക്കെ വഴി നമുക്ക് അല്ലാതെ എന്താണ് ഏത് ടോപ്പ് ഹോസ്പിറ്റൽ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഹോസ്പിറ്റലിൽ മറ്റ് സേവനങ്ങൾ നൽകുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, അതർ സോഴ്സ്, മറ്റ് സോഴ്സസിൽ കൂടി ഇപ്പൊ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ മറ്റ് മീഡിയാസിൽ കൂടി എന്താണ് നമ്മൾ എങ്ങനെയെങ്കിലും അത് കസ്റ്റമേഴ്സ് അറിയും അല്ലെ. എന്താണ് അവിടെ ഒരു പ്രത്യേകത എന്തെന്നുള്ളത് നമുക്ക് ഇത്തരം സോഴ്സസിലൂടെയാണ് നമ്മൾ അത് അറിയുന്നത്. ഒന്ന് കൾച്ചറൽ വാല്യൂസ് നോക്കിയിട്ട്, അല്ലെങ്കിൽ അഡ്വർടൈസിങ് കണ്ടിട്ട്, മാർക്കറ്റിംഗ് കണ്ടിട്ട്, അല്ലെങ്കിൽ മറ്റ് അതർ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് അതർ സോഴ്സസിൽ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമായതിനനുസരിച്ച് നമ്മൾ എന്താണ് നമ്മുടെ എക്സ്പെക്ടേഷൻ ആണ് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അസുഖം ഭേദമോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ലഭിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഹോസ്പിറ്റൽ ആ കാര്യങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലെങ്കിൽ നമ്മളെ സ്വാധീനിച്ചിട്ട് നമ്മൾ അവിടെ പോകുകയാണ് അല്ലെ. അതാണ് കസ്റ്റമറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നത്. പോയി കഴിഞ്ഞാൽ നല്ല ചികിത്സ ലഭിക്കും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മൾ അവിടെ പോകുന്നത്. ഓക്കെ, മനസ്സിലായോ? കസ്റ്റമർ എക്സ്പെക്ടേഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെയാണ് കസ്റ്റമർ എക്സ്പെക്ടേഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ? കൾച്ചറൽ വാല്യൂസ്, അഡ്വർടൈസിംഗ്, മാർക്കറ്റിംഗ് ആൻഡ് അതർ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് അതർ സോഴ്സസ്. ഓക്കെ, ഓക്കെ, യെസ്. അപ്പോ നമ്മൾ പഠിച്ചു എന്താണ് കസ്റ്റമർ എന്താണെന്ന് പഠിച്ചു. കസ്റ്റമർ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ, ഒരു ഉൽപാദന വ്യവസ്ഥയിൽ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിൽ സാധനങ്ങളും സേവനങ്ങളൊക്കെ സ്വീകരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ്സിനെയാണ് നമ്മുടെ കസ്റ്റമർ എന്ന് പറയുന്നത്. കസ്റ്റമർ എന്ന വാക്ക്, കസ്റ്റം എന്ന മീനിങ്, കസ്റ്റം എന്ന വാക്കിൽ നിന്നാണ് കസ്റ്റമർ എന്ന വാക്ക് ഉണ്ടായത്. കസ്റ്റം മീൻസ് ഹാബിറ്റ്, ശീലം എന്നാണ് അതിനെ പറയുന്നത് അല്ലെ. ഓക്കെ, പിന്നെ എന്താണ് കസ്റ്റമേഴ്സിന് ഡിഫറെന്റ് ആയിട്ടുള്ള ആവശ്യകതകൾ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ ആവശ്യകതകൾ വ്യത്യസ്തമാണ്. വ്യത്യസ്ത ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സ് ആണ് ഇവർക്കുള്ളത്. ഓക്കെ, കസ്റ്റമേഴ്സിന്റെ എക്സ്പെക്ടേഷൻസിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് വരുന്നത് ഏതൊക്കെയാണ്? കൾച്ചറൽ വാല്യൂസ്, അഡ്വർടൈസിംഗ്, മാർക്കറ്റിംഗ് ആൻഡ് അതർ കമ്മ്യൂണിക്കേഷൻ വർക്ക്, സപ്ലൈ ആൻഡ് അതർ സോഴ്സസ്. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ, മനസ്സിലായല്ലോ ഈ 4 പോയിന്റ്സ്? ഓക്കെ, നിങ്ങള് നമ്മളുടെ ഇപ്പൊ റെലവെന്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? എന്താണ് ഇപ്പൊ നമ്മൾ റെലവെന്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യം? യുദ്ധം പ്രഖ്യാപിച്ചതൊക്കെ അറിഞ്ഞില്ലേ? ഓപ്പറേഷൻ സിന്ദൂർ അല്ലെ. യെസ്, പഠിച്ചു വെച്ചോളൂ കേട്ടോ.
ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തുടങ്ങുകയാണ് അല്ലെ, ഓപ്പറേഷൻ സിന്ദൂർ. ഇപ്പൊ ഡേറ്റ് ഒക്കെ ഇപ്പൊ മറക്കാതെ PSC ഒക്കെ എഴുതുന്നവരുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കുള്ളൂ. ഓപ്പറേഷൻ സിന്ദൂർ. അപ്പൊ ആ സമയത്ത് ആരായിരുന്നു പ്രധാനമന്ത്രി, ആരായിരുന്നു ഡിഫൻസ് മിനിസ്റ്റർ, ഏത് സമയത്താണ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്, എന്തായിരുന്നു അതിന്റെ പേര്, ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ച് ഒന്ന് ശേഖരിച്ചതൊക്കെ സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ, ആവശ്യം വരും. ഇനി നമ്മൾക്ക് ശേഷമുള്ള ഒരു തലമുറ ഈ ഒരു ഹിസ്റ്ററി ഭാഗങ്ങളിൽ നിന്ന് ഇതായിരിക്കും പഠിക്കാൻ പോകുന്നത് അല്ലെ. നമ്മൾ ജാലിയൻവാലാബാഗ് പഠിച്ച കുട്ടികൾ പഠിച്ച പോലെ അവർ പഠിക്കാൻ പോകുന്ന അടുത്തൊരു ഹിസ്റ്ററിക്ക് കുറെ കാലഘട്ടം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഇവന്റ് ഉണ്ടായത് അല്ലെ. ഓക്കെ, യെസ്. പക്ഷെ നമുക്ക് മനസ്സിലായില്ലേ ഇന്ത്യക്ക് ഒരു നല്ല ഡിഫൻസ് ഉണ്ടെന്ന് മനസ്സിലായില്ലേ. ഇന്നലത്തേക്ക് കുറെ സംഭവങ്ങൾ കൊണ്ട് നമുക്കത് മനസ്സിലായി. ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് അവിടെ പാകിസ്ഥാനെ മറ്റ് പ്രതിരോധം കൊടുത്തപ്പോ തന്നെ നമുക്ക് മനസ്സിലായി നല്ലൊരു ഡിഫൻസ് ആണെന്നല്ലേ. നമുക്ക് അഭിമാനിക്കാം, ഓരോ ഇന്ത്യക്കാരെന്ന് തന്നെ നമുക്ക് അഭിമാനിക്കാം. വീഡിയോസ് ഒക്കെ കണ്ടിരുന്നല്ലേ, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഉള്ളവരല്ലേ നിങ്ങൾ എല്ലാവരും, കണ്ടിട്ടുണ്ടാവും അല്ലെ. യെസ്. എന്ത് തോന്നി ഇന്ത്യക്കാരനായതില്? നമുക്ക് വളരെ അഭിമാനം തോന്നി. ആ ഒരു എന്താ പറയാ, ആ ഒരു ഇവന്റ് ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അല്ലെ, നല്ലൊരു ശരിക്കും രോമാഞ്ചം വരെ നമുക്കത് കണ്ടിരിക്കാം. പ്രൗഡ് മൊമെന്റ് ആണ്. ഓക്കെ, യെസ്. എങ്കിലും നമ്മളെല്ലാവരും കുറച്ച് എന്താണ് ശ്രദ്ധാലുക്കളായിട്ട് ഇരിക്കും. നമുക്ക് കൊടുക്കേണ്ട പ്രിക്കോഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഇന്നലെ മോക്ടറിലൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ചു വരാൻ കൊടുത്തപ്പോൾ നമ്മൾ ഹാപ്പിയാണ്. പക്ഷെ നമ്മൾ എപ്പോഴും അലേർട്ടായിട്ട് ഇരിക്കണം എന്നാണ് പറയുന്നത്. എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഓക്കെ, കസ്റ്റമർ സർവീസ്. നെക്സ്റ്റ് നോക്കുന്നത് കസ്റ്റമർ സർവീസ്, ഉപഭോക്തൃ സേവനങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ. കസ്റ്റമർ സർവീസ് ആൾസോ നോൺ ആസ് ക്ലയന്റ് സർവീസ്. കസ്റ്റമർ സർവീസിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണത് ക്ലയന്റ് സർവീസ്. അണ്ടർലൈൻ ചെയ്ത് പോയിക്കോളൂ കേട്ടോ. It's a provision of service to customer before, during and after purchase. So എന്താണ് കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ? Provision of service to customers before, during and after purchase. ഒരു വാങ്ങലിന് മുമ്പ്, ഒരു സാധനം വാങ്ങലിന് മുമ്പും അതിന്റെ സമയത്തും അതിന്റെ ശേഷവും ഒരു കസ്റ്റമേഴ്സിന് നൽകുന്ന സേവനമാണിത് കസ്റ്റമർ സർവീസസ് എന്ന് പറയുന്നത്. അതായത് ഒരു സാധനം അല്ലെ, ഒരു വാങ്ങുന്നതിന് മുമ്പും ആ സമയത്ത് ഒരു സാധനം വാങ്ങാൻ ചെല്ലുകയാണ് നമ്മള്. ആ വാങ്ങുന്ന ചെല്ലുന്ന സമയത്തും അതിനുശേഷവും ആ സമയത്ത് നടക്കുന്ന ആ ഒരു സർവീസ് അല്ലെ. അതായത് ഷോപ്പ് കീപ്പറും കസ്റ്റമറും തമ്മിൽ നമ്മൾ പറഞ്ഞല്ലോ, ആ നടക്കുന്ന ആ ഒരു റിലേഷൻസ്, ആ ഒരു സമയത്ത് ആ ഒരു സേവനമാണിത് കസ്റ്റമർ സർവീസസ് എന്നാണ് പറയുന്നത്. ഓക്കെ, കസ്റ്റമേഴ്സ് ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ എ പർച്ചേസ്. Provision of service to customers before, during and after a purchase. എന്താണ് കസ്റ്റമർ സർവീസസ് എന്ന് പറയുന്നത്? ഒരു വാങ്ങലിന് മുമ്പും സമയത്തും ശേഷവും ഒരു കസ്റ്റമറിന് നൽകുന്ന സേവനമാണ് കസ്റ്റമർ സർവീസ് അഥവാ ഉപഭോക്തൃ സേവനം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ ചെന്നു ആൾക്ക് കിട്ടുന്ന എല്ലാ തരത്തിലുള്ള സർവീസസും അല്ലെ, ചെന്നതിന് ശേഷം എൻട്രി ചെയ്യുന്നത് മുതൽ എക്സിറ്റ് ചെയ്യുന്നത് വരെ, ഒരു പേഷ്യന്റ് എൻട്രി ചെയ്യുന്നത് മുതൽ എക്സിറ്റ് ചെയ്യുന്നത് വരെയുള്ള ആ ഒരു സമയം അല്ലെ, ആ ഒരു പീരീഡിൽ എന്തൊക്കെ സർവീസസ് ലഭിക്കുന്നു അതാണ് കസ്റ്റമർ സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി ഇവിടെ ഒരു ആക്ടിനെ കുറിച്ച് പറയുന്നത്, കസ്റ്റമർ സർവീസുമായി ബന്ധപ്പെട്ട ഒരു ആക്ട്. എന്താണ് അതിന്റെ പേര്? അക്കോർഡിംഗ് ടു ടർബൻ ആക്ട്. അവിടെ മിസ്റ്റേക്ക് ഉണ്ടാവും ചിലപ്പോ കേട്ടോ, ACT എന്നാക്കാം കേട്ടോ, ACT, ടർബൻ ആക്ട് 2002. അതായത് കസ്റ്റമർ സർവീസുമായി ബന്ധപ്പെട്ട് ഒരു ആക്ട് ഉണ്ടായിരുന്നു, ടർബൻ ആക്ട്. ഒരു വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ മതി, ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. ഇതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം ഇവിടെ കൊടുത്തിട്ടുള്ളൂ, അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള. യെസ്, അപ്പൊ ഈ ആക്ട് പ്രകാരം എന്താണ്? Customer service is a series of activities designed to improve the level of customer satisfaction. That is the feeling that is designed to improve level of customer satisfaction. Sorry, that product or services has met customer expectation. According to Turban Act 2002,
Customer service is a series of activities designed to improve the level of customer satisfaction. That is the feeling that a product or services has met the customer expectation. അപ്പൊ എന്താണ് ഈ ആക്ടിൽ പറയുന്നത്? ആക്ടിൽ എന്താ പറയുന്നത്? എന്തിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു അവിടെ? അതായത് 2002 ഉപഭോക്തൃ സർവീസ് സംവിധാന ആക്ട് പ്രകാരം സംതൃപ്തിയുടെ, അതായത് കസ്റ്റമേഴ്സിന്റെ സംതൃപ്തിയാണ് അല്ലെ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് അത് മുൻതൂക്കം കൊടുക്കുന്നത്. ഒരു എക്കോണമിയിൽ വരുന്ന അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ വരുന്ന ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു കസ്റ്റമർക്ക് നല്ല രീതിയിൽ, അതായത് കൊടുക്കുന്ന സേവനങ്ങളിൽ ആള് സംതൃപ്തനാകും. അതാണ് ഇതിന്റെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആക്ട് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് കൊടുക്കുന്ന സർവീസ്, കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്, ഒരുപാട് പ്രവർത്തനങ്ങൾ അതിൽ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആ കൊടുക്കുന്ന പ്രവർത്തനങ്ങളില് എന്തുണ്ടായിരിക്കണം? കസ്റ്റമർ കൊടുക്കുന്ന കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, സംതൃപ്തരായിരിക്കണം അല്ലെ. അപ്പൊ അവരുടെ സർവീസസ്, അവർ വാങ്ങുന്ന പ്രൊഡക്റ്റ് ആയിക്കോട്ടെ സർവീസസ് ആയിക്കോട്ടെ, അതിൽ എന്തുണ്ടായിരിക്കണം? അതൊരു ഉൽപ്പന്നമോ സേവനമോ എന്തുമായിക്കോട്ടെ അതില് ആ കസ്റ്റമറിന്റെ എക്സ്പെക്ടേഷൻ നിറവേറ്റുന്ന തരത്തിലായിരിക്കണം കസ്റ്റമർ സർവീസസ് നമ്മൾ കൊടുക്കേണ്ടത് എന്നാണ് ആക്ടില് പറയുന്നത്. ഇത്രയുള്ളൂ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് അർബൻ ആക്ട് പ്രകാരം നമുക്ക് ഉറപ്പുവരുത്തുന്നത് കേട്ടോ. എന്ത് സാധനം വാങ്ങിച്ചാലും വാങ്ങിക്കുന്ന സമയത്തും എന്നതിന് ശേഷവും പേഷ്യന്റ് എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ കസ്റ്റമർ എങ്ങനെയായിരിക്കണം? സംതൃപ്തരായിരിക്കണം. ഓക്കെ, അവർക്ക് യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളോ ഡിഫിക്കൽട്ടീസ് ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല എന്നാണ് അർബൻ ആക്ട് പ്രകാരം നമുക്ക് പറയുന്നത്. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. അക്കോർഡിംഗ് ടു തുടങ്ങി കസ്റ്റമർ എക്സ്പെക്ടേഷൻ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. ഓക്കെ, മനസ്സിലായോ എന്താണ് അർബൻ ആക്ട്? മനസ്സിലായോ? യെസ്. നെക്സ്റ്റ് നോക്കാം. കസ്റ്റമർ സർവീസ് ക്യാൻ ബി ഗിവൺ ബൈ സെയിൽസ്മാൻ ഓർ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്. കസ്റ്റമർ സർവീസ് ആരാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? അല്ലെങ്കിൽ സെയിൽസ്മാൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ് ആയിരിക്കും നമുക്ക് കസ്റ്റമർ സർവീസ് തരുന്നത് അല്ലെ. സെയിൽസ്മാൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ് ആയിരിക്കും. ഓൾസോ ത്രൂ ഓട്ടോമേറ്റഡ് ഇന്റർനെറ്റ് സർവീസസ്, അതോടൊപ്പം തന്നെ എന്താണ് ഓട്ടോമേറ്റഡ് ഇന്റർനെറ്റ് സർവീസസ് കൂടിയുണ്ട് അല്ലെ. അപ്പൊ വ്യക്തികൾ കൂടാതെ തന്നെ എന്താണ് ഇന്റർനെറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി റിലേറ്റഡ് ആണ് നമ്മുടെ ഇപ്പൊ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സേവനങ്ങളൊക്കെ തന്നെ അല്ലെ. ഇപ്പൊ പേഴ്സൺസ് തന്നെ അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് തന്നെ അത് ചെയ്യണം എന്നുള്ളത് ആരായിരിക്കും കുറെ കൂടി കൈകാര്യം ചെയ്യുന്നത്? ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കും അല്ലെ, ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം അതിനുണ്ടായിരിക്കും. അപ്പൊ അതായിരിക്കും കുറെയൊക്കെ എന്താണ് കുറെ കസ്റ്റമേഴ്സിന്റെ കാര്യങ്ങളൊക്കെ ലീഡ് ചെയ്യുന്നത് ആരായിരിക്കും? ഒരു സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ വരുന്നതിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഓട്ടോമേറ്റഡ് ഇന്റർനെറ്റ് സർവീസസ് ആയിരിക്കുള്ളൂ. സ്റ്റാഫുകളോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവുകളോ കൂടാതെ പേഷ്യൻസ് അല്ലെങ്കിൽ സർവീസസ് കൊടുക്കുന്നത് ആരായിരിക്കും? ഓട്ടോമേറ്റഡ് ഇന്റർനെറ്റ് സർവീസസ് വഴിയും കസ്റ്റമേഴ്സിന് സർവീസസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. ഇനി മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഈസ് ഓഫൻ ദ ഫസ്റ്റ് പേഴ്സൺ with whom patient has the medical facility. ഇനി ഒരു കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫസ്റ്റ് മെഡിക്കൽ ഫെസിലിറ്റി കൊടുക്കുന്നത് ആരാണ്? ഒരു ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവർക്ക് മെഡിക്കൽ ഫെസിലിറ്റി ഫസ്റ്റ് കൊടുക്കുന്നത് ആരാണ്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ് അല്ലെ. മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ് രോഗിയുടെ ഫസ്റ്റ് ഫെസിലിറ്റീസ്. മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഈസ് ഓഫൻ ദ ഫസ്റ്റ് പേഴ്സൺ വിത്ത് ഹൂം പേഷ്യന്റ് ഹാസ് മെഡിക്കൽ ഫെസിലിറ്റി. യെസ് അല്ലെ, നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ വരുന്ന സമയത്ത് അവരോടാണ് ബാക്കിയുള്ള എല്ലാ സർവീസസിനെ കുറിച്ച് നമ്മൾ ചോദിച്ചറിയുന്നത്. അവരാണ് നമ്മൾക്ക് അതിന് വേണ്ടിയുള്ള എല്ലാ ഇൻഫർമേഷൻസും പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ ഫെസിലിറ്റീസും ഫസ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് മെഡിക്കൽ റിസപ്ഷനിസ്റ്റുകളാണ്. ഓക്കെ, then giving patients individual attention can go along with way in establishing their positive experience with the facility. എന്താണ് രോഗിക്ക് വ്യക്തിഗത ശ്രദ്ധ നൽകുന്നത്. ഓരോ രോഗിക്കും ഓരോ വരുന്ന കസ്റ്റമേഴ്സിനും എന്താണ് നമ്മൾ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആണ് ആര് കൊടുക്കുന്നത്? റിസപ്ഷനിസ്റ്റുകൾ കൊടുക്കുന്നത് അല്ലെ. ഓരോ വ്യക്തിക്കും അവരുടേത് അവർ തരുന്ന ആവശ്യങ്ങൾ നമ്മൾ നല്ല ശ്രദ്ധാപൂർവം അവരെ കെയർ ചെയ്യുന്നുണ്ടെന്ന് തോന്നിപ്പിക്കല് അവർക്കുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളത് മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി തന്നെയാണ്. ഏത് പേഷ്യൻസ് വന്നാലും അവർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ട് വേണം അവരോട് സംസാരിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ രോഗിക്ക് വ്യക്തിഗത ശ്രദ്ധ നൽകുന്നതിന്
അതായത് വ്യക്തിഗത ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുമ്പോൾ അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഫീൽ ചെയ്യും അല്ലെ. ആ നമ്മള് മെഡിക്കൽ സ്കിൽസ് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയും. നിങ്ങൾക്ക് എന്ത് സേവനങ്ങളാണ് വേണ്ടത്, എവിടെയാണ് പോകുന്നത്, ഏത് ഡോക്ടറെയാണ് കാണുന്നത്, എവിടെയാണ് അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ നല്ല രീതിയിൽ ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഫീലിംഗിൽ ചോദിക്കുമ്പോൾ എന്താണ് അവരുടെ മാത്രം പ്രശ്നങ്ങളെ അംഗീകരിക്കുന്നു എന്നുള്ളൊരു തോന്നല്, കൺസേൺസ് തോന്നല്ലേ, തന്റെ പ്രശ്നങ്ങളെ കൺസേൺ ചെയ്യുന്നതാണ് പേഷ്യൻസിന് തോന്നും. ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുമ്പോൾ എന്താണ് അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് അല്ലെ, പേഷ്യൻസിന് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നു. ഓക്കെ, യെസ്. നമ്മൾ എന്താ പറയുന്നത്, കസ്റ്റമർ സർവീസസ് എന്താണെന്നാണ് പറഞ്ഞത് അല്ലെ. കസ്റ്റമർ സർവീസ് നമ്മൾ പറയുന്നത് ക്ലയന്റ് സർവീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലെ. കസ്റ്റമർ സർവീസ് ആൾസോ നോൺ ആസ് ക്ലയന്റ് സർവീസ്. എന്താണ് കസ്റ്റമർ സർവീസ്? പ്രൊവിഷൻ ഓഫ് സർവീസ് ടു കസ്റ്റമർ ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ പർച്ചേസ്. ഇതാണ് കസ്റ്റമർ സർവീസസ് എന്ന് പറയുന്നത്. ഒരു വാങ്ങലിന് മുമ്പോ, ഒരു സാധനം വാങ്ങുന്നതിന് മുമ്പോ, സമയത്തും ശേഷവും അല്ലെ. ബിഫോർ, ഡ്യൂറിങ്, ആഫ്റ്റർ അല്ലെ. അതായത് സാധനം വാങ്ങുന്നതിന് മുമ്പും സമയത്തും ശേഷവും ഒരു കസ്റ്റമറിന് ലഭിക്കുന്ന ഒരു സേവനമാണിത് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു ആക്ട് പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു ടാരബൻ ആക്ട് പ്രകാരം എന്താണ് കസ്റ്റമർ സർവീസ് സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ഡിസൈൻ ടു ഇംപ്രൂവ് ദ ലെവൽ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഈ ആക്ട് പ്രകാരം എന്താണ് മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്? കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള പ്രവർത്തനമാണ് അല്ലെ. ഒരുപാട് പ്രവർത്തനങ്ങൾ അടങ്ങിയ ഒരു പരമ്പരയാണ് എന്ത് കസ്റ്റമർ സർവീസസ് എന്ന് പറയുന്നത്. ഒരുപാട് പ്രവർത്തനങ്ങൾ അതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഉപഭോക്താക്കൾ കസ്റ്റമേഴ്സിന് അവർക്ക് എന്താണ് അവർ വാങ്ങിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും അവരുടെ സംതൃപ്തിയാണ് അല്ലെ, അവരുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് പ്രധാനമായിട്ടും ഈ ആക്ട് പ്രകാരം നമുക്ക് എന്താണ് ഈ ആക്ടില് നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലെ. കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിരിക്കുക എന്നതാണ് ഈ ആക്ട് പ്രകാരം നമ്മൾക്ക് 2002 ആക്ടിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി കസ്റ്റമർ സർവീസ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒന്നില്ലെങ്കിൽ സെയിൽസ്മാൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സ്. ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സ് ഉദ്ദേശിക്കുന്ന ആരാണ്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റുകളാണ് അല്ലെ. അവരാണ് ഒരു പേഷ്യന്റിന് ഫസ്റ്റ് മെഡിക്കൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതും അവർക്ക് വേണ്ട ഇൻഡിവിജ്വൽ അറ്റൻഷൻസ് കൊടുത്തിട്ട് അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസും ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റുകളാണ്. ഓക്കെ, മനസ്സിലായോ? അതൊന്ന് വായിച്ചു നോക്കിയാൽ പാരഗ്രാഫ് കംപ്ലീറ്റ് ഒന്നിരുന്ന് വായിച്ചു നോക്കിയേ, മനസ്സിലൊന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, ടീച്ചർ അടുത്ത് പറയട്ടെ. വാട്ട് ഈസ് CRM? നെക്സ്റ്റ് ഭാഗം നോക്കാം. വാട്ട് ഈസ് CRM? എന്താണ് CRM? സ്റ്റാൻഡ് ഫോർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. അണ്ടർലൈൻ ചെയ്യാട്ടോ. CRM സ്റ്റാൻഡ് ഫോർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് എന്താണെന്ന് അല്ലേ. As the name indicates, CRM software is a system for managing relationship with the customers. എന്താണ് CRM എന്ന് പറയുന്നത്? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണ്. എന്താണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഉപഭോക്താക്കളുടെ ബന്ധം നിയന്ത്രിക്കുന്നതിനുള്ള അല്ലെ, ഉപഭോക്താക്കളുടെ ബന്ധം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇത്, സംവിധാനമാണ് CRM സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, മാനേജ് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ്. മാനേജിങ് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ് ആണ് എന്ത് CRM അഥവാ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. ഓക്കെ, ഇനി വാട്ട് ഈസ് ഹെൽത്ത് കെയർ CRM? ഇനി എന്താണ് ഹെൽത്ത് കെയർ CRM? Health Customer Relationship Management. Health Customer Relationship Management can manage a complete database on patients are recorded securely and cannot be accessed by the third parties. എന്താണ് ഹെൽത്ത് കെയർ CRM എന്ന് പറയുന്നത്?
കംപ്ലീറ്റ് ഡാറ്റാബേസ് ഓൺ പേഷ്യൻസ് അല്ലെ, പേഷ്യൻസിന്റെ കംപ്ലീറ്റ് ഡാറ്റാബേസ്, പേഷ്യൻസിന്റെ എല്ലാ ഇൻഫർമേഷൻസും സെക്യൂർഡ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഹെൽത്ത് കെയർ CRM എന്ന് പറയുന്നത്. മറ്റൊരു തേർഡ് പാർട്ടിക്ക് അത് ആക്സസ് ചെയ്യാനായിട്ട്, മൂന്നാമതൊരു പാർട്ടിക്ക് അത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. വളരെയധികം എന്തായിരിക്കും, ഈ ഡാറ്റകൾ സെക്യൂർഡ് ആയിരിക്കും അല്ലെ, വളരെ സുരക്ഷിതമായിട്ടായിരിക്കും പേഷ്യൻസിന്റെ എല്ലാ ഡാറ്റാബേസും CRM സൂക്ഷിച്ചു വെക്കുന്നത്, വളരെ സെക്യൂർഡ് ആയിരിക്കും. ഓക്കെ, യെസ്. അപ്പം ഹെൽത്ത് കെയർ CRM എന്താണുള്ളത്? ഹെൽത്ത് കെയർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ക്യാൻ മാനേജ്, എന്താണ് മാനേജ് ചെയ്യുന്നത്? കംപ്ലീറ്റ് ഡാറ്റാബേസ് ഓൺ പേഷ്യൻസിന്റെ എല്ലാ കംപ്ലീറ്റ് ഡാറ്റാബേസസും വളരെയധികം റെക്കോർഡ് ചെയ്തിട്ട് സെക്യൂർഡ് ആക്കിയിട്ട്, വളരെ സെക്യൂർഡ് ആക്കിയിട്ട് മറ്റൊരു പാർട്ടിക്ക്, അതിൽ ആൻഡ് കാനോട്ട് ബി ആക്സസ്ഡ് ബൈ തേർഡ് പാർട്ടീസ്, മൂന്നാമതൊരാൾക്ക് ആക്സസ് ചെയ്യാത്ത രീതിയിലായിരിക്കും അത് റെക്കോർഡഡ് ആയിട്ട് വളരെയധികം സെക്യൂർഡ് ആയിട്ട് വെക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അത് വാട്ട് ഈസ് ഹെൽത്ത് CRM? ഈ ആദ്യത്തെ പാരഗ്രാഫില് എന്ന് പറഞ്ഞേ, എന്താണ് ഹെൽത്ത് CRM ഉള്ളത്? എന്ത് ഡീറ്റെയിൽസ് ആണ് ഹെൽത്ത് CRM ഉള്ളത്? എന്ത് ഡീറ്റെയിൽസ് ആണ്? യെസ്, പേഷ്യന്റിന്റെ ഡാറ്റാബേസസ് അല്ലെ, ഡാറ്റാബേസസ് ഓൺ പേഷ്യൻസ്. ഓക്കെ, കംപ്ലീറ്റ് ഡാറ്റാബേസസ് ഓൺ പേഷ്യൻസ്. ഓക്കെ, വെരി ഗുഡ്. നോക്കാം. The CRM medical software can easily provide the information required to the patient through text, phone calls, or email from anywhere at any time. Furthermore, this information can also be used by the hospital to keep them informed on personalized care as a type of marketing measure. CRM in healthcare not only stores patients' contact information, but it also gives a comprehensive overview of their medical history, appointments, and prescriptions. Okay. So CRM എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് നമുക്ക് നോക്കാം അല്ലെ. CRM മെഡിക്കൽ സോഫ്റ്റ്വെയർ, അതൊരു മെഡിക്കൽ സോഫ്റ്റ്വെയർ ആണ് അല്ലെ. CRM എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ സോഫ്റ്റ്വെയർ ആണ്. ഈസിലി പ്രൊവൈഡ് ഇൻഫോർമേഷൻ റിക്വയർഡ് ടു ദ പേഷ്യൻസ്, നമുക്ക് അതിൽ നിന്നാണ് പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് വളരെ ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയൊക്കെയാണ്? പേഷ്യന്റ് ത്രൂ ടെക്സ്റ്റ്, ഫോൺ കോൾസ് ഓർ ഇമെയിൽ ഫ്രം എനിവർ അറ്റ് എനി ടൈം, അതായത് നമുക്ക് ഏത് സമയത്തും, അതായത് രോഗിക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ എപ്പോ വേണമെങ്കിലും അല്ലെ, ടെക്സ്റ്റ് വഴിയോ അല്ലെങ്കിൽ ഫോൺ കോൾസ് വഴി, ഇമെയിൽ വഴിയോ ഏത് സമയത്തും എപ്പോ വേണമെങ്കിലും നമുക്ക് എന്താണ് അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് CRM സോഫ്റ്റ്വെയറിലൂടെ. നമുക്ക് എല്ലാ ഡാറ്റാസും എത്രയും പെട്ടെന്ന്, കാരണം എന്താണ്, എല്ലാ ഡാറ്റാസും അതിൽ സ്റ്റോർഡ് ആണ്. അപ്പൊ എന്തെങ്കിലും ആവശ്യകതകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആവശ്യാനുസരണം അത് ഏത് സമയത്തും നമുക്കത് ലഭ്യമാവുന്ന ഒരു സംവിധാനമാണ് CRM എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. Further, this information can also be used by the hospital to keep them informed on personalized care as a type of marketing measures. അതായത് എന്താണ്, ആശുപത്രിക്കും ഈ വിവരങ്ങൾ എങ്ങനെ ഉപയോഗിക്കും, ഒരു മാർക്കറ്റിംഗ് എന്ന രീതിയിൽ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് നമുക്ക് എന്താണ് പേഴ്സണലൈസ്ഡ് കെയർ, അതായത് എന്താ പറയുന്നത്, ഒരുതരം മാർക്കറ്റിംഗ് നടപടി എന്ന നിലയിൽ വ്യക്തിഗത പരിചരണത്തിന് അറിയിക്കാനായിട്ട് ആശുപത്രിക്കും ഈ വിവരങ്ങൾ സൂക്ഷിക്കാം. ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് എന്താണ്, പേഷ്യൻസിന്റെ വിവരങ്ങൾ ആർക്കും സൂക്ഷിച്ചു വെക്കാം, ഹോസ്പിറ്റലിന് എന്താണ് സൂക്ഷിച്ചു വെക്കാം. അതായത് എന്തെങ്കിലും ആവശ്യകത വരുമ്പോൾ എന്താ പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് എത്രയും പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യുന്നതിനായിട്ടും ഹോസ്പിറ്റൽ ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ടും CRM ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. This information can also be used by hospitals to keep them informed on personalized care, a type of marketing measures. Okay. പിന്നെ എന്താ പറയുന്നത്, CRM in healthcare not only stores patient contact information. CRM അഥവാ കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റില് പേഷ്യൻസിന്റെ എന്താണ് സൂക്ഷിക്കുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ് അതിൽ സൂക്ഷിച്ചു വെക്കുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. പേഷ്യൻസിന്റെ ഡാറ്റാബേസസ് ആണെന്ന് പറഞ്ഞു അല്ലെ. ഓക്കെ, എന്തല്ല, കോണ്ടാക്ട് ഇൻഫർമേഷൻസ് അല്ല. CRM in healthcare not only store patient contact information, പേഷ്യൻസിനെ കുറിച്ചുള്ള കോണ്ടാക്ട് ഇൻഫർമേഷൻസ് അല്ല, but it also give comprehensive, ഓരോ പേഷ്യന്റിനെ കുറിച്ചുള്ള മൊത്തത്തിലൊരു ഓവർവ്യൂ അതിൽ ഉണ്ടായിരിക്കും അല്ലെ. അതായത് എന്തൊക്കെയാണ്, മെഡിക്കൽ ഹിസ്റ്ററി, പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടായിരിക്കും, അപ്പോയിന്റ്മെന്റ്സുകൾ ഉണ്ടായിരിക്കും, ആൻഡ് പ്രിസ്ക്രിപ്ഷൻസ് അല്ലെ. ഒരു പേഷ്യൻസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും അല്ലെ, നമ്മൾ പറയുന്ന ആളുടെ
ഒരു നമ്പർ മുതൽ അല്ലെ, മെഡിക്കൽ റെക്കോർഡ് നമ്പർ മുതൽ ആ എന്തൊക്കെ ട്രീറ്റ്മെന്റ്, എന്തൊക്കെ ഡയഗ്നോസിസ്, എന്തൊക്കെ ടെസ്റ്റുകൾ എല്ലാം അതിൽ ഉൾപ്പെടുന്നത്, എന്തൊക്കെ ഹിസ്റ്ററീസ് ഉണ്ട് എല്ലാം ആ CRM-ന്റെ അകത്ത് ഉൾപ്പെടുത്തുക. ഓരോ പേഷ്യന്റിന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ പേഴ്സണൽ നമ്പർ ഉണ്ടായിരിക്കും, അതിൽ ഇതെല്ലാം സേവ്ഡ് ആയിരിക്കും. ഓക്കെ, എന്തൊക്കെ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻസ് കൊടുക്കുന്നത് വരെ അതിൽ ഉണ്ടായിരിക്കും. ദെൻ ഫോളോ അപ്സ് ഡീറ്റെയിൽസ് മറ്റെല്ലാം തന്നെ ആ ഡീറ്റെയിൽസിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് എന്ത് പറയുന്നത്, പേഷ്യൻസിന്റെ കംപ്ലീറ്റ് ഡാറ്റാ ബേസ് ഉദ്ദേശിക്കുന്നത് ഇതാണ് അല്ലെ, മെഡിക്കൽ ഹിസ്റ്ററി, അപ്പോയിന്റ്മെന്റ്സ് ആൻഡ് പ്രിസ്ക്രിപ്ഷൻസ് കംപ്ലീറ്റഡ് ആയിട്ട് എന്തിലുണ്ടായിരിക്കും, CRM സോഫ്റ്റ്വെയറിൽ ഉണ്ടായിരിക്കും. As well, in short, the availability of medical CRM helps the healthcare industry to offer instant service solutions and improve the overall performance of the hospitals. എന്താണ് CRM-ന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? നമുക്ക് ഷോർട്ട് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആശുപത്രികളിൽ മൊത്തത്തിലുള്ള സേവനത്തിന്, അതായത് ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള പെർഫോമൻസ് മെച്ചപ്പെടുത്തുന്നതിനായിട്ട്, അതായത് നല്ല സർവീസസ്, നല്ല സൊല്യൂഷൻസ് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് CRM നല്ലൊരു പങ്ക് തന്നെയാണ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ വഹിക്കുന്നത്. ആശുപത്രിയുടെ മൊത്തത്തിലുള്ള പെർഫോമൻസ് മെച്ചപ്പെടുത്താനായിട്ട് CRM നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നു. ഓക്കെ, അതായത് നമുക്ക് CRM സോഫ്റ്റ്വെയർ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റീസ് ആണ് അല്ലെ, വളരെയധികം സൗകര്യമാണ്. ഓക്കെ, യെസ്, അതുകൊണ്ട് തന്നെ എന്താണ്, ഹോസ്പിറ്റലിന് വളരെയധികം പ്രയോജനമായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ പ്രയോജനമായിട്ടുള്ള ഒരു സംവിധാനമാണ്, നല്ലൊരു സോഫ്റ്റ്വെയർ ആണ് എന്ത്, കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്നത് മെഡിക്കൽ സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, മനസ്സിലായോ എന്താണ് CRM എന്ന്? യെസ്, ഇനി പറയണോ എക്സ്പ്ലനേഷൻ? ഇനിയും വേണോ? നമുക്ക് അഡ്വാൻറ്റേജസ് നോക്കണോ? എക്സ്പ്ലെയിൻ ചെയ്യണോ ഇനിയും? മനസ്സിലാവാത്തവരാരെങ്കിലും ഉണ്ടോ? ഒന്നുകൂടി പറയണോ പിള്ളേരെ? വേണ്ട. എന്നാ ഇതിന്റെ അഡ്വാൻറ്റേജസ്, ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ സോഫ്റ്റ്വെയറിന്റെ നോക്കാം. അഡ്വാൻറ്റേജസ് ഫസ്റ്റ് നോക്കിയേ. കോംപ്രഹെൻസീവ് patient management software can do all the tasks in relation with managing appointments. So CRM-ന്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. Comprehensive patient management software can do all the tasks in relation with the managing appointments. എന്താണ് അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്? ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നു? എന്ത് മാനേജ് ചെയ്യാൻ സാധിക്കുന്നു? അപ്പോയിന്റ്മെന്റ്സുകൾ, പേഷ്യൻസിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അപ്പോയിന്റ്മെന്റ്സുകൾ കൈകാര്യം ചെയ്യാനായിട്ട് CRM സോഫ്റ്റ്വെയറുമായിട്ട് നമുക്ക് ഏറ്റവും വളരെയധികം സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, മാനേജിങ് അപ്പോയിന്റ്മെന്റ്സ് അത് ഓർത്ത് വെക്കാം കേട്ടോ. Comprehensive patient management software can do all the tasks in relation with the managing appointments. Appointments കൈകാര്യം ചെയ്യുന്നതിന് വളരെയധികം ഹെൽപ്ഫുൾ ആണ് എന്താ CRM എന്ന് പറയുന്നത്. പിന്നെന്താ സെക്കൻഡ് വൺ, മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ. മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ. എന്താണ് മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ എന്ന് പറയുമ്പോൾ? ഹോസ്പിറ്റലിൽ പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്താണ് കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനായിട്ട് CRM-ന് സാധിക്കുന്നു അല്ലെ. ഹോസ്പിറ്റൽ ഓർ പ്രൈവറ്റ് പ്രാക്ടീസ് ഹാസ് മെനി ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് മസ്റ്റ് work in agreement to provide the best patient experience. എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ട് നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനായിട്ട്, അതായത് മൾട്ടി ടാസ്കിംഗ് എന്നൊക്കെ പറയൂലെ, എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും കോർഡിനേറ്റ് പ്രവർത്തിക്കാനായിട്ട് ഈ സോഫ്റ്റ്വെയറിനെ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ് പേഷ്യൻസിന് നല്ലൊരു തരത്തിലുള്ള എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടും CRM സോഫ്റ്റ്വെയർ വഴി നമുക്ക് സാധിക്കുന്നു. ഓക്കെ, then third one, CRM system can also collect and organize report that will be beneficial in is a healthcare organization. അതായത് CRM system can also collect and organize report that will be beneficial is healthcare organization. അതായത് CRM സിസ്റ്റത്തിൽ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലെ പ്രയോജനപരമായിട്ടുള്ള റിപ്പോർട്ട്സുകൾ ശേഖരിക്കാനും സംഘടിപ്പിക്കാനും CRM സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് സാധിക്കും. ഇത്രയും മനസ്സിലാക്കുക എന്താണ് CRM സോഫ്റ്റ്വെയറിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിപ്പോർട്ട്സുകൾ കളക്ട് ചെയ്യാൻ സാധിക്കും. റിപ്പോർട്ട്സുകൾ എന്തുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്സുകളാണ്?
ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്സുകൾ നമുക്ക് CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കളക്ട് ചെയ്യാൻ സാധിക്കും. ഏതൊക്കെ റിപ്പോർട്ടുകളാണ്? These reports can be regarding patient requests or complaints. പേഷ്യൻസിന്റെ അഭ്യർത്ഥനകളും പരാതികളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, റെഫറൻസുകൾ അല്ലെ, റെഫറൻസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, then or internet issues like medical equipment malfunctioning. പേഷ്യൻസിന്റെ പരാതികളും റിക്വസ്റ്റുകളും കൂടാതെ റെഫറൻസുകളും കൂടാതെയുള്ള റിപ്പോർട്ട്സുകളും പിന്നെ എന്തൊക്കെയാണ്? ഇന്റർനെറ്റ് ഇഷ്യൂസ് അല്ലെ, ഇന്റർനെറ്റ് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ എന്തെങ്കിലും തകരാറുകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്സുകൾ വരെ എന്തിലുണ്ടായിരിക്കും? CRM സോഫ്റ്റ്വെയറിൽ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നുകൂടി പറയാം, എന്താണ്? ഇന്റേണൽ ഇഷ്യൂസ് കേട്ടോ. ഇന്റേണൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിലെ മറ്റ് സേവനങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് എക്യുപ്മെന്റിൽ എന്തെങ്കിലും തകരാറുകൾ, ഇന്റർനെറ്റ് അല്ല കേട്ടോ, ഇന്റേണൽ ആണ്. എക്യുപ്മെന്റ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള തകരാറുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്സുകളും എന്തിൽ കളക്ട് ചെയ്യാൻ സാധിക്കും? നമുക്ക് CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് കളക്ട് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലെ വിവിധ തരത്തിലുള്ള ബെനിഫിഷ്യൽ റെക്കോർഡ്സുകൾ റിപ്പോർട്ട്സുകൾ ശേഖരിക്കാനായിട്ട് CRM സോഫ്റ്റ്വെയർ വഴി നമുക്ക് സാധിക്കുന്നു. ഏതൊക്കെ റിപ്പോർട്ട്സുകളാണ്? പേഷ്യന്റ് റിക്കോർഡ്സ്, കംപ്ലൈൻസ്, പേഷ്യന്റ് റിക്വസ്റ്റ്സ് ഓർ കംപ്ലൈൻസ്, പേഷ്യൻസിന്റെ അഭ്യർത്ഥനകളും പരാതികളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, റെഫറൻസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, അല്ലെങ്കിൽ ഇന്റേണൽ ഇഷ്യൂസ്. ഇന്റേണൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരുന്നു? മെഡിക്കൽ എക്യുപ്മെന്റ്സും മാൽഫങ്ഷൻ, മെഡിക്കൽ എക്യുപ്മെന്റ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള തകരാറുകളുമായി ബന്ധപ്പെട്ട് അല്ലാതെ തന്നെ മറ്റു കാര്യങ്ങളും അതിൽ വരുന്നുണ്ട് കേട്ടോ. ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ട്സുകളും അതിൽ ഉൾപ്പെടുത്താൻ നമുക്ക് സാധിക്കും. ഇതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, എക്സെട്ര. യെസ്, അപ്പൊ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്സുകൾ നമുക്ക് എന്താണ്? CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അത് കളക്ട് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിൽ വളരെ സേഫ്ഡ് ആയിരിക്കും. ഈ ഒരു സോഫ്റ്റ്വെയറിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ട്സുകളും സേവ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഏതെങ്കിലും ഒരു ആവശ്യകത വരുന്ന സമയത്ത് നമുക്കത് എത്രയും പെട്ടെന്ന് അതിന്റെ ഡീറ്റെയിൽസ് നോക്കുക, റിപ്പോർട്ട് എന്താണെന്ന് നോക്കുന്നതിൽ വളരെയധികം ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് വളരെ ഫലപ്രദമായിട്ട് നോക്കാനായിട്ട് സാധിക്കും. ഓക്കെ, then save time and resources. Each doctor and nurses at your hospital or private practice can automate their calendars with CRM softwares. അതായത് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് വളരെയധികം സമയക്കുറവ്, നല്ല രീതിയിലുള്ള റിസോഴ്സസ് ആണ്. അതായത് സേവ് ടൈം എന്താണ്? സേവ് ടൈം ആൻഡ് റിസോഴ്സസ്. സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഇതിനു വേണ്ടിയിട്ടാണ് ടൈം സേവ് ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് മറ്റ് പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെടാതെ തന്നെ നമുക്ക് എന്താണ് എത്രയും പെട്ടെന്ന് ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കും അല്ലെ. സമയം ലാഭിച്ചുകൊണ്ട് എന്താണോ നമ്മൾ ചെയ്യണത് പെട്ടെന്ന് കണ്ടെത്താനായിട്ട്. അത് തന്നെയാണ് CRM നമ്മൾ പറഞ്ഞത്, എനി ടൈം എനിവെയർ, എപ്പോ വേണമെങ്കിലും നമുക്ക് അതിൽ നിന്ന് കാര്യങ്ങൾ ആക്സസ് ചെയ്യാം. പ്രത്യേകിച്ച് എന്താണ് ഡോക്ടേഴ്സിനും നഴ്സിനും അവരുടെ പ്രൈവറ്റ് പ്രാക്ടീസ് കലണ്ടേഴ്സ് അല്ലെങ്കിൽ അവരുടെ ടൈം ഷെഡ്യൂൾ കാര്യങ്ങളൊക്കെ എന്താണ് കൃത്യമായിട്ട് തീരുമാനിക്കുന്നതിന്, അതൊക്കെ ഷെഡ്യൂൾ ചെയ്യുന്നതിനൊക്കെ എന്താണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഡോക്ടേഴ്സിനും നഴ്സിനും ഒരേപോലെ തന്നെ എന്താണ് ഒരു ടൈം ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഒരു കലണ്ടർ മേക്ക് ചെയ്യാനായിട്ട് CRM സോഫ്റ്റ്വെയറിലൂടെ അവർക്ക് സാധിക്കുന്നു. ഓക്കെ, ഇത് ഒരു എഴുതുന്നത് പോലെയല്ല അല്ലെ, നമ്മൾ റൈറ്റ് ചെയ്യുന്നത് പോലെയല്ല, സോഫ്റ്റ്വെയറിൽ സേവ് ചെയ്യുന്നതനുസരിച്ച് എന്താണ് റിമൈൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അവർക്ക് വേണ്ട അവർക്ക് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് ഡോക്ടേഴ്സിനും നഴ്സിനും ഒരേപോലെ തന്നെ എന്താണ് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വളരെ സമയം ലാഭിച്ചുകൊണ്ട് തന്നെ ഷെഡ്യൂൾ ചെയ്യാൻ അവർക്ക് വേണ്ട ഒരു കലണ്ടർ തയ്യാറാക്കാനൊക്കെ സാധിക്കുന്നത്. കലണ്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവരുടെ ഷെഡ്യൂളും ടൈംസും കാര്യങ്ങളുമാണ് കേട്ടോ. ഓക്കെ, പിന്നെന്താണ്? റെഡ്യൂസ് എറർ ഇൻ മെഡിക്കൽ ബേസ്. ഫിഫ്ത് പോയിന്റ് എന്താ പറയുന്നത്? റെഡ്യൂസ് എറേഴ്സ് ഇൻ മെഡിക്കൽ ബേസ്. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ മെഡിക്കൽ ബേസിലുള്ള എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വരുന്നത് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. ഇല്ല, ഇററുകൾ ഉണ്ടായിരിക്കില്ല. ഓക്കെ, കറക്റ്റ് ഇൻഫർമേഷൻസ് ആയിരിക്കും അതിലുണ്ടായിരിക്കുന്നത്. Then improve communication, email automation or improve communication, email or SMS. Email or SMS make sure that timely response are sent to patient inbox after they take action in somewhere.
CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ വളരെയധികം പോസിബിൾ ആക്കാനായിട്ട് സാധിക്കുന്നു. എങ്ങനെയാണ്? ത്രൂ ഇമെയിൽ ഓട്ടോമേഷൻസ് അല്ലെങ്കിൽ SMS വഴി. പേഷ്യൻസിന് എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യകതകൾ വരുന്ന സമയത്ത് പേഷ്യന്റിന്റെ ഇൻബോക്സിലേക്ക് നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ ഇമെയിൽ വഴി എന്താണ് പേഷ്യന്റിന്റെ ആവശ്യകതകൾ, അവർക്ക് വേണ്ട ആവശ്യാനുസരണം അവർക്ക് റിപ്പോർട്ട്സിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഇൻബോക്സിൽ അവർക്ക് അയച്ചു കൊടുക്കാനായിട്ട് എന്ത് വഴി സാധിക്കുന്നു? CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കുന്നു. ഓക്കെ, പേഷ്യൻസിന്റെ ഇൻബോക്സിലേക്ക് കൃത്യമായിട്ട് റിപ്പോർട്ട്സുകൾ സമർപ്പിക്കാനായിട്ട് സാധിക്കും. Then CRM software will allow you to segment your patient based on their health issue, location, age, gender. എന്താ പറയുന്നത്? CRM software will allow you to segment your patient based on their health issue, location, age, gender. ഇനി CRM കുറെ കാര്യങ്ങൾ അലോ ചെയ്യുന്നുണ്ട്. സെഗ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ലൊക്കേഷൻ, ഏജ്, ഹെൽത്ത് ഇഷ്യൂസ്, ഇത്തരം കാര്യങ്ങൾ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ പാർട്ട് ആയിട്ടൊക്കെ ഒരു ഘട്ടങ്ങളായിട്ടൊക്കെ എന്താണ് അത് കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ടും ഈ CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് സാധിക്കുന്നു. അതായത് സെഗ്മെന്റ് ഉദ്ദേശിക്കുന്നത് സെക്ഷൻ അല്ലെങ്കിൽ പാർട്ട്, ഘട്ടങ്ങളായി എന്നൊക്കെ പറയും. ഇപ്പൊ ഓരോ സ്റ്റേജിൽ ഉണ്ടാവുന്ന ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് അതിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ആ സമയത്ത് ഏജ് ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് താഴെ നോക്കിയത് ഇവിടെ ഞാൻ പറയണ്ടല്ലോ, അതിന്റെ ഒരു രൂപരേഖ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോഫ്റ്റ്വെയറിന്റെ സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കണ്ടോ പേഷ്യന്റുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, പിന്നെന്താ സിറ്റി, സ്റ്റേറ്റ്, പിൻകോഡ്, മെഡിക്കേഷൻസ്, പിന്നെ ഡോക്ടേഴ്സിന്റെ റെഫറൻസ്, ഡ്രഗ് പ്രിസ്ക്രിപ്ഷൻസ്. അത് കാണാൻ പറ്റുന്നില്ല കേട്ടോ, അതൊന്നും ഇനി നോക്കുന്നേ. പിന്നെന്താണ് ലാസ്റ്റ് ഫിൽ ഡേറ്റ്, പിന്നെ ഡേറ്റ്സ് കാര്യങ്ങൾ, പ്രിന്റ്, ക്ലോസ് തുടങ്ങിയ മൊത്തം കാര്യങ്ങൾ അതിൽ വരുന്നത് അല്ലെ. ഫുൾ പേഷ്യന്റ് ഡീറ്റെയിൽസ് ആണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പേഷ്യൻസിന്റെ ഓരോ കാര്യങ്ങൾ, ഓരോ സെഗ്മെന്റ്സ്, ഓരോ സെക്ഷൻസും എന്താണ് അത് കൃത്യമായിട്ട് അലോ ചെയ്യാനുണ്ട്. എന്തൊക്കെയാണ് എവിടേക്ക് രേഖപ്പെടുത്തണമെന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്താനായിട്ട് CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് സാധിക്കുന്നു. ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് ഓൾസോ കണക്ട്സ് ഫ്രം ഓഫീസ്, ഇറ്റ് ഓൾസോ കണക്ട്സ് ഫ്രണ്ട് ഓഫീസ് ആൻഡ് ബാക്ക് ഓഫീസ് ഫങ്ഷൻസ്. ഇനി CRM രണ്ട് തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് ഫ്രണ്ട് ഓഫീസ് ഫംഗ്ഷൻ, അതായത് ഫ്രണ്ട് ഓഫീസ് റിസപ്ഷനിസ്റ്റുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബാക്ക് ഓഫീസ് ഫംഗ്ഷൻസിലും പ്രവർത്തിക്കുന്നുണ്ട്. ഫ്രണ്ട് ഓഫീസ് ഫംഗ്ഷൻ ഏതാണെന്ന് അറിയാലോ നമുക്ക്. ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസ് ഫംഗ്ഷൻസ് ഏതായിരുന്നു? ഫ്രണ്ട് ഓഫീസ് ഫംഗ്ഷൻ ആണെന്ത്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റുകൾ വർക്ക് ചെയ്യുന്ന ഫംഗ്ഷൻസ് അല്ലെ. ബാക്ക് ഓഫീസ് ഫംഗ്ഷൻസ് ഉണ്ട്. ബാക്ക് ഓഫീസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അവിടെ കസ്റ്റമേഴ്സിന്റെ പേഷ്യൻസിന് അവർ സർവീസ് ചെയ്യുന്നില്ല. അവിടെ ജസ്റ്റ് എന്താണ് അഡ്മിനിസ്ട്രേഷൻസ് മാത്രമേ ഉള്ളൂ. അതായത് ബാക്ക് ഓഫീസ് എന്ന് പറയുന്ന എന്താണ് ഫിനാൻഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് എന്തിൽ ചെയ്യുന്നത്? ബാക്ക് ഓഫീസിൽ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് ബാക്ക് ഓഫീസിൽ വരുന്നത്. അവിടെ കസ്റ്റമേഴ്സിനെ സീൻ ചെയ്യുന്നില്ല. കസ്റ്റമേഴ്സുമായിട്ട് അവിടെ ഡീലിങ്സുകൾ വരുന്നില്ല. കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നത് ആരാണ്? ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റുകളാണ്. അപ്പൊ ഫ്രണ്ട് ഓഫീസിന്റെ വർക്കുകളും ബാക്ക് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ വർക്കുകളും എന്തുണ്ട്? ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഈ സോഫ്റ്റ്വെയർ കണക്റ്റഡ് ആണ് അല്ലെ. CRM സോഫ്റ്റ്വെയർ ഇതിൽ കണക്റ്റഡ് ആണ്. ഫ്രണ്ട് ഓഫീസിലും ബാക്ക് ഓഫീസിലും CRM സോഫ്റ്റ്വെയർ കണക്റ്റഡ് ആണ്. രണ്ട് രീതിയിലെ പ്രവർത്തനങ്ങൾ നയിക്കാനായിട്ട് അവിടെ സാധിക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞത് അഡ്വാൻറ്റേജസ് ആണ്. CRMന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് പറഞ്ഞത്? വളരെയധികം സിമ്പിൾ ആയിട്ട് നമുക്ക് പേഷ്യൻസുമായി ബന്ധപ്പെട്ടുള്ള അപ്പോയിന്റ്മെന്റ്സുകൾ എത്രയും പെട്ടെന്ന് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നു. പിന്നെ എന്താണ് മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ ഉണ്ട് CRMന് അല്ലെ. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ പേഷ്യൻസിന് ബെസ്റ്റ് എക്സ്പീരിയൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നു. പിന്നെ എന്താണ് CRM പല രീതിയിലുള്ള റിപ്പോർട്ട്സുകൾ കളക്ട് ചെയ്യുന്ന റിപ്പോർട്ട്സുകൾ ഓർഗനൈസ് ചെയ്യാൻ കളക്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഏതൊക്കെ റിപ്പോർട്ട്സുകളാണ്? പേഷ്യന്റ് റിക്വയർഡ്സ്, കംപ്ലൈൻസ്, റെഫറൽസ്, ഇന്റീരിയർ ഇഷ്യൂസ്, ഇതൊക്കെയാണ് മെഡിക്കൽ എക്യുപ്മെന്റ് ആൻഡ് മാൽ ഫംഗ്ഷനിങ്. അതായത് വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്സുകൾ കളക്ട് ചെയ്യുന്നതും ആരാണ്? CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. അത് ഓർഗനൈസ് ചെയ്യാനും സാധിക്കും. പിന്നെ ഡോക്ടേഴ്സിന് ടൈം സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഷെഡ്യൂളുകൾ കലണ്ടർ ചെയ്ത ഷെഡ്യൂളുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനും CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് സാധിക്കുന്നു. പിന്നെ എന്താണ് മെഡിക്കൽ ബില്ലിങ്ങിലെ റിവേഴ്സൽ, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പേഷ്യൻസിന്റെ ആവശ്യാനുസരണം റിപ്പോർട്ട്സിലേക്ക് SMS വഴിയോ ഇമെയിൽ വഴിയോ എന്താണ്
അവർക്ക് തിരിച്ച് റെസ്പോൺസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്താണ് അവരുടെ ഇൻബോക്സിലേക്ക് കൃത്യമായിട്ട് നമുക്ക് റിപ്പോർട്ട്സുകൾ കൊടുക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, പിന്നെ CRM software will allow you to segment your patient based on their health issues, location, age, gender. CRM software എന്തൊക്കെയാണ് അലോ ചെയ്യുന്നത്? പേഷ്യൻസിന്റെ ഹെൽത്ത് ഇഷ്യൂസ്, ലൊക്കേഷൻ, ഏജ്, ജെൻഡർ എന്നീ കാര്യങ്ങളൊക്കെ അലോ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഫ്രണ്ട് ഓഫീസും ബാക്ക് ഓഫീസുമായിട്ട് പ്രവർത്തിച്ചാൽ കണക്ട് ചെയ്ത് പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് എന്താണ് CRM എന്ന് പറയുന്നത്, കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റ്. Customer Relationship Management Software. Okay. മനസ്സിലായോ അഡ്വാൻറ്റേജസ്? എന്തെങ്കിലും സംശയമുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ടീച്ചർ? മോക്ക് ടെസ്റ്റ് ഡൗട്ട് ഉണ്ടോ? എന്താണോ ശ്രുതി? മോക്ക് ടെസ്റ്റിൽ ഡൗട്ട് ഏതാണ്? ഓക്സിജൻ ടോക്സിറ്റി. വാട്ട് ഈസ് ഓക്സിജൻ ടോക്സിറ്റി എന്നായിരുന്നല്ലേ ക്വസ്റ്റ്യൻ? ടു മച്ച് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്. അതായിരുന്നല്ലേ ആൻസർ? ലങ്സ് ബ്ലഡ് എന്നാണ് കൊടുക്കുന്നതല്ലേ? അതൊന്ന് ചെക്ക് ചെയ്തിട്ട് തിരുത്തിക്കോളാം കേട്ടോ. തിരുത്തി കറക്റ്റ് ചെയ്ത് അയക്കാൻ പറയാം അവരോട് കേട്ടോ. ചിലപ്പം പ്രിന്റ് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് മിസ്റ്റേക്ക് ഒന്നും ആയിരിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ ശ്രുതി, താങ്ക് യു, ഓർമ്മിച്ചത് നന്നായി. ഓക്കെ, യെസ്. സമയമില്ലല്ലോ, ഇന്നിപ്പോ ചോദിക്കുന്നില്ല, നാളെ ചോദിക്കാം കേട്ടോ. ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം, പഠിച്ചിട്ട് പോരും കേട്ടോ. 2:30 ആയി, സമയം കഴിഞ്ഞിട്ടാ. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. ശ്രുതി, അത് ഏത് ദിവസത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു? കഴിഞ്ഞ ദിവസമായിരുന്നോ? കഴിഞ്ഞ ഈ മൺഡേയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നില്ലേ ശ്രുതി? അതെ, ആ ഓക്കെ ഓക്കെ, ചെക്ക് ചെയ്തിട്ട് അയക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.